ഈ കാലത്ത് കേരളത്തിൽ ഇങ്ങനെയൊരു തൊഴിൽ ചൂഷണം നടക്കുന്നുവെന്നറിഞ്ഞാൽ ഒരുപക്ഷെ വിശ്വസിക്കാനായേക്കില്ല. GPL, HPL എന്നീ ചുരുക്കപ്പേരുകളിലുള്ള സ്ഥാപനം ജർമ്മൻ ഫിസിക്കൽ ലബോറട്ടറി, ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക് എന്നീ പേരുകളിലാണ് പ്രവർത്തിക്കുന്നത്. സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് മാനേജർ പദവി വാഗ്ദാനം ചെയ്താണ് ക്രൂരമായ തൊഴിൽ പീഡനം നടത്തുന്നത്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇന്നലെ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. കുറച്ചു പേരെങ്കിലും ഈ ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഈ വാർത്ത കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ള പലർക്കും അത്യാവശ്യം ഞെട്ടലൊക്കെ വന്നിട്ടുണ്ട്, അത്ഭുതം വന്നിട്ടുണ്ട്, വിശ്വസിക്കാൻ പ്രയാസം വന്നിട്ടുണ്ട്. നമ്മുടെ കേരളം എന്ന് പറയുന്ന എല്ലാവരും സമാധാനപരമായിട്ട് ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന കൊച്ചു സംസ്ഥാനത്തിനുള്ളില് ഇതുപോലെ തൊഴിൽ ചൂഷണം ഈ നൂറ്റാണ്ടിൽ സംഭവിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിലോ യുവാക്കൾ അതിന് ഇരകളായിട്ട് മാറുന്നു എന്ന് പറയുന്നത് അത്ര വിശ്വസിക്കാൻ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷെ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. എനിക്ക് ഒരു 10 വർഷം മുൻപേ തന്നെ ഇതിനെക്കുറിച്ചുള്ള ചെറിയ സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ അടുത്ത ഫ്രണ്ട് പറഞ്ഞിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ എനിക്ക് അറിയാമായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിനു മുൻപായിട്ട് എന്താണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്ന് വ്യക്തത വരുത്താം. നമ്മുടെ HP എന്ന് പറയുന്ന ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ MD ആയിട്ടുള്ള ജോഷി ജോസഫ്, പുള്ളിക്കെതിരെയാണ് ശക്തമായിട്ടുള്ള ആരോപണം വന്നിട്ടുള്ളത്. പുള്ളിയുടെ അറിവോട് കൂടിയാണ് ഈ തൊഴിൽ ചൂഷണം നടക്കുന്നതാണ് അവിടെ ഉള്ളവർ പറയുന്നത്. അപ്പൊ സംഭവം എങ്ങനെയാണ്, നമ്മുടെ വീടുകളിലൊക്കെ വരുന്ന മാർക്കറ്റിംഗ് കമ്പനിയുടെ ഭാഗമായിട്ട് വരുന്ന കുട്ടികളുണ്ട്. ഇവര് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വരും. നമ്മുടെ വീട്ടിൽ വന്ന ചായപ്പൊടി അത് ഇതെന്നൊക്കെ പറഞ്ഞ ഓരോ സംഭവങ്ങൾ കാണിക്കും. ഇവർ പറയുന്നത് പഠനത്തിന്റെ ഭാഗമായിട്ട് ഇവർക്ക് മാർക്ക് കിട്ടും. ആ മാർക്കിന് വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഈ സംഭവങ്ങൾ വിൽക്കാൻ വരുന്നതെന്നാണ്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള വിഭാഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അതിൽ തന്നെ ഏറിയ പങ്കും ഇത്തരം മാർക്കറ്റിംഗ് കമ്പനികളുടെ ഭാഗമായിട്ട് വരുന്ന ആളുകളാണ്. അത് ഒരു ദിവസത്തെ ടാർഗറ്റ്, അത് മാത്രം മുൻനിർത്തിക്കൊണ്ട് ടാർഗറ്റ് മാത്രമാണ് അവർക്ക് വേണ്ടത്. അത് ആ ടാർഗറ്റ് നേടാൻ വേണ്ടി മാത്രം അവരെന്ത് ചെയ്യുന്നു, സാധനങ്ങൾ വിൽക്കാൻ വരുന്നു. നമ്മൾ ആ സാധനം അവർ പറഞ്ഞു നോക്കി നമുക്ക് കൺവിൻസ് ആവുകയാണെങ്കിൽ നമ്മൾ സാധനം വാങ്ങുന്നു. അങ്ങനെ അവർ എന്ത് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. ഈ തിരിച്ചു പോകുന്നത് ഇവര് വീടുകളിലേക്കായിരിക്കില്ല, മറിച്ച് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലേക്കായിരിക്കും. ഇവര് ഓഫീസും വീടും എല്ലാം ഒന്നായിരിക്കും, ഇവർ താമസ സ്ഥലം എല്ലാം ഒന്നായിരിക്കും. അപ്പൊ അവിടെ പോകുന്നു. അവിടെ ചെന്നതിന് ശേഷമാണ് ഇവർക്ക് പീഡനങ്ങൾ സഹിക്കേണ്ടി വരിക. അപ്പൊ ഇന്നലത്തെ പ്രശ്നത്തിൽ അവർ പറയുന്ന സംഭവം എങ്ങനെയാണ്, ഇവർ താമസിക്കുന്ന സ്ഥലം തന്നെയാണ് ഇവരുടെ ഓഫീസ്. ആ ഓഫീസിലേക്ക് 7:45 ചെന്ന് കയറണം. കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ അന്ന് അവരെന്താണ്, എത്രത്തോളം സാധനങ്ങൾ വിറ്റു, എത്രത്തോളം അവർ ആ ഒരു ടാർഗറ്റ് നേടി എന്നൊക്കെ അവിടെ പറയേണ്ടി വരും. അപ്പോൾ ഒരു സംഭവം വിൽക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് അന്ന് ഫുഡ് ഉണ്ടായിരിക്കില്ല കഴിക്കാൻ. ഇനിയിപ്പോ എല്ലാവർക്കും ഫുഡ് കൊടുക്കുകയാണെങ്കിൽ തന്നെ ചോറ്, ഉപ്പ്, മുളക് പൊടി, ഇതാണ് അവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവിടെ ഈ ടാർഗറ്റ് നേടാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത്. ബെൽറ്റ് കൊണ്ട് അടിക്കുന്നു, ചീത്ത വിളിക്കുന്നു, പച്ചയ്ക്ക് തെറി വിളിക്കുന്നു, ഈ ചാർജർ വെച്ചടിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യും, ഈ പഴയ ചീഞ്ഞു പോയിട്ടുള്ള പഴമൊക്കെ ഉണ്ടായിരിക്കും. ഈ പഴമൊക്കെ എടുത്തിട്ട് അത് നിലത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്, തുപ്പിയിട്ട്. എന്നിട്ട് ആ പഴം ഇവരെ കൊണ്ട് കഴിപ്പിക്കുക, അല്ലെങ്കിൽ ആ പഴം ഇവരോട് നക്കാൻ പറയുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ സൈഡിലൂടെ നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിക്കുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അതേപോലെ തന്നെ ഒരു പയ്യൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവർക്ക് ഈ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ടാർഗറ്റ് നേടിയിട്ടില്ല എങ്കിൽ, അന്ന് ആരാണോ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുള്ളത് ആ വ്യക്തിയെ കൊണ്ട് മാക്സിമം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ആളെ തെറി വിളിപ്പിക്കും, ചീത്ത വിളിപ്പിക്കും, തന്തയ്ക്ക് പറയിപ്പിക്കും. 2 മിനിറ്റ് നേരം ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന അച്ചീവ് ചെയ്തിട്ടുള്ള ആൾക്ക് എന്ത് വേണമെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പറയാം, എന്ത് തെറിയും വിളിക്കാം. അയാൾ മിണ്ടാതെ നിശബ്ദമായിട്ട് നിൽക്കണം. ഇത് ഭയങ്കര മെന്റൽ ടോർച്ചറിങ് ആണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ തൊഴിൽ ചൂഷണം ചെയ്യുന്നത്? ഇവർക്ക് ഈ തൊഴിൽ ചൂഷണം മറ്റുള്ളവരുടെ മേൽ ചെയ്യുന്നത് മൂലം ഈ കമ്പനിക്ക് എന്താണ് ലാഭം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരൊറ്റ ആൻസറേ ഉള്ളൂ, കമ്പനിയുടെ നേട്ടം തന്നെയാണ്. ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, അതായത് അവരുടെ ജോലിക്കാരെന്ന് അവർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ജോലിക്കാരായി കണക്കാക്കുന്ന ആളുകളെ മാനസികമായും ശാരീരികമായിട്ടും തളർത്തി കഴിഞ്ഞിട്ട്, എങ്ങനെ വേണമെങ്കിൽ തളർത്തിയിട്ടായാലും ശരി, അവരെ പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും ഒക്കെ ഈ അടിമത്തം എന്ന് പറയുന്ന സംഗതിയൊക്കെ അടിച്ചേൽപ്പിച്ചിട്ട് കമ്പനിയെ പരമാവധി ഉയർത്തിക്കൊണ്ടുവരിക, കമ്പനിക്ക് വേണ്ടി നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന രീതിക്ക് അവരെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്
ആ തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന തൊഴിൽ ചൂഷണം നടക്കുന്നത്. അപ്പൊ തൊഴിൽ ചൂഷണങ്ങൾ പണ്ടും ഉണ്ടായിട്ടുണ്ട്. പണ്ട് നമ്മുടെ ഈ അടിമത്ത സംഭവങ്ങളും സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്ന കാലത്തും തൊഴിൽ ചൂഷണം തന്നെയാണ് നടന്നിരുന്നത്. അത് തന്നെയാണ് നിലവിലും നടക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ഈ കുട്ടികൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, എന്തുകൊണ്ട് വീട്ടിൽ പറയുന്നില്ല എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ഇവർ തന്നെ പറയുന്നുണ്ട്, അതൊന്ന് ഞാൻ കേൾപ്പിക്കാം. ഫോൺ യൂസ് ചെയ്യാൻ കൊടുക്കും. വീട്ടിൽ വരെ വിളിക്കണമെങ്കിൽ മാനേജറിൻ്റെ ഫോണിൽ വിളിക്കേണ്ടി വരും. ഫോൺ തരുന്ന സമയത്ത് ഇപ്പോൾ പുതിയ പയ്യനൊക്കെ ആണെങ്കിൽ ഒരു വന്നിട്ട് ഇപ്പോൾ ഒരു 1 വീക്ക്, 1 മാസം, 2 മാസം എന്നുള്ള പയ്യനാണെങ്കിൽ നമ്മളെ പയ്യൻ്റെ അടുത്ത് ഒരു സീനിയർ ട്രെയിനി എപ്പോഴും കൂടെ ഉണ്ടാവും. അവൻ എന്താണ് വീട്ടിൽ പറയുന്നത്, അവൻ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് നോക്കേണ്ടിട്ട്, അവൻ ആരൊക്കെ വിളിക്കുന്നുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സീനിയർ ട്രെയിനി ഉണ്ടാവും. അല്ലെങ്കിൽ ഇതാണ് സംഭവം. അതായത് കുട്ടികളുടെ വീട്ടിലേക്ക് വിളിക്കുമ്പം പോലും സീനിയർ ആയിട്ടുള്ള ഒരാൾ അപ്പുറത്ത് നിർത്തുന്നു. ഈ കുട്ടികളെ ഭയപ്പെടുത്തുക എന്ന് പറയുന്ന സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടുകാരോട് സംസാരിക്കാൻ ഭയമുണ്ടാക്കും, അല്ലെങ്കിൽ ആരുടെങ്കിലും സത്യം തുറന്നു പറയാനുള്ള ഭയമുണ്ടാക്കും. ഒരാളുടെ നിരീക്ഷണത്തിലാണ് തങ്ങളെന്ന് തോന്നുമ്പോൾ ഇവർക്ക് കാര്യങ്ങൾ തുറന്നു പറയാനും എങ്ങനെ പ്രതികരിക്കണം എന്നറിയാത്ത അവസ്ഥയിലേക്കൊക്കെ എത്തും. സ്വാഭാവികമാണ്. അതുപോലെ മറ്റൊരു സംഭവമാണ് ഇത്രയേറെ ഈ കുട്ടികളെ അടിമത്തും സംഭവങ്ങൾ ഇങ്ങനെ ശീലിപ്പിക്കുന്ന സമയത്ത് ഒരു പരിധി കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ എന്ന് പറയുന്ന സംഭവം അടിമത്തം പ്രകടിപ്പിച്ചു തുടങ്ങും. തങ്ങൾ അടിമകളാണ്, തങ്ങൾ ഇത് ചെയ്യണം, തങ്ങളുടെ കർത്തവ്യമാണിത്, തങ്ങൾക്ക് ഇത് ചെയ്താൽ മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ തുടങ്ങിയ ചിന്തകൾ വരുമ്പോൾ ഇവർക്ക് ആ അടിമത്തം എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ മാറും. പണ്ട് ഇവിടെ അടിമത്തം അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അവരുടെ ഒരു തലമുറ വരുമ്പോൾ പോലും അവരുടെ ഉള്ളിലും ഈ വിധേയത്വം, അടിമത്തം, ഭയം, സാധനങ്ങളൊക്കെ എവിടെയൊക്കെ കിടപ്പുണ്ട്. അതിന്റെ ബാക്കി പോലെ തന്നെയാണ് ഈ ജോലി, ഈ തൊഴിലിടത്തിൽ വരുന്ന അടിമത്തത്തിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. എന്തായാലും ഇതൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മുൻപ് ഞാൻ കേട്ടൊരു കഥയാണ്. അതായത് 10 വർഷം മുൻപാണ് ഈ സംഭവം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. എൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് പറയുന്നത്. ഇതുപോലെ ഇവർക്ക് ഉണ്ടായ ഒരു അനുഭവമായിരുന്നു അത്. പക്ഷെ അന്ന് ഇത് കേൾക്കുന്ന സമയത്ത് ഇന്നും ഇത് നടക്കും എന്നുള്ളത് എനിക്ക് പുതിയൊരു അറിവാണ്. എന്തായാലും അവർ പറഞ്ഞ കഥ എങ്ങനെയാണ്, അവര് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ആ ഒരു PG ക്ക് കയറുന്നതിന് മുൻപായിട്ട് ഒരു ജോലിയൊക്കെ നോക്കുന്ന സമയമാണ്. ഒരു ജോലി വേണം, എങ്ങനെയും ജോലി നേടണം എന്നുള്ള ആഗ്രഹമൊക്കെ ആയിട്ട് ഇവർ നിൽക്കുന്ന സമയത്ത് ഇവരും ഇവരുടെ കൂട്ടുകാരിയും ഒരിക്കൽ പത്രത്തിൽ ഒരു പരസ്യം കാണാണ്. ഇതുപോലെ അസിസ്റ്റന്റ് മാനേജർ ആവശ്യമുണ്ട്, സൂപ്പർവൈസർ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരസ്യം കാണുന്നു. ക്വാളിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒന്നെങ്കിൽ SLC അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഡിഗ്രി എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്റെ ഈ ഫ്രണ്ടും അവരുടെ ഫ്രണ്ടും ചേർന്നിട്ട്, രണ്ടുപേരും ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ പത്രത്തിൽ കണ്ട പരസ്യം കണ്ട സ്ഥലത്തേക്ക് പോവാൻ തീരുമാനിച്ചു. ഇത് എറണാകുളത്താണ് സ്ഥലം കാണിക്കുന്നത്. പക്ഷെ ആദ്യമായിട്ട് അത്രയും ദൂരേക്ക് പോകുന്നത് കാരണം, അതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളത് കാരണം ഇവരെന്ത് ചെയ്തു, പാരന്റ്സിനെയും കൂടെ കൂട്ടി. പാരന്റ്സും ഇവരും ചേർന്ന് എറണാകുളത്ത് പോകുന്നു. അതും ഈ പറഞ്ഞതുപോലെ ഒരു വലിയ വീടാണ് കാണിക്കുന്നത്. വീടും ഓഫീസും എല്ലാം ഒരു സ്ഥലം തന്നെ. അപ്പൊ അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും ഈ വീടിനകത്താണ് താമസിക്കുന്നതൊക്കെ ഇവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടി. അപ്പൊ ഒരു ഉൾക്കാടിനകത്ത് ഒരു പഴയ ബിൽഡിംഗ് ആണ് കാണുന്നത്. അവിടെ ചെന്ന് ഇവരെന്ത് ചെയ്യുന്നു, പാരന്റ്സ് ഒക്കെ ഉണ്ട് കൂടെ, എന്തെങ്കിലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് താല്പര്യം, ഏത് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടം, അസിസ്റ്റന്റ് മാനേജർ ആവണോ, സൂപ്പർവൈസർ ആവണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഇവർക്ക് ജോലി എന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുന്നില്ല. എന്നാലും ഇവർ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് ജോലി എന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് മാർക്കറ്റിംഗ് കമ്പനിയാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഈ പെൺകുട്ടി അവളുടെ വിദ്യാഭ്യാസം വെച്ച് നല്ല പഠിക്കാൻ കഴിവുള്ള കുട്ടിയാണ്. അതെല്ലാം വെച്ച് ഈ കുട്ടി പറയാണ്, എനിക്ക് അസിസ്റ്റന്റ് മാനേജർ ആയാൽ മതി തൽക്കാലം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ജോലിയൊക്കെ ഇവർ സമ്മതിച്ചു. എന്ത് ചെയ്യുന്നു, ഇവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, 10ാം ക്ലാസ്, +2, ഡിഗ്രി, ഇതിന്റെ എല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെക്കുന്നത്. ഈ കുട്ടികൾ ഇവരെ വിശ്വസിച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നു. അങ്ങനെ പാരന്റ്സിനോടൊക്കെ സംസാരിച്ചു കാര്യമൊക്കെ വ്യക്തമാക്കി പാരന്റ്സ് സന്തോഷത്തോടു കൂടി തിരിച്ചു പോവാണ്. അപ്പൊ ഈ 2 കുട്ടികൾ, എന്റെ ഫ്രണ്ടും അവളുടെ ഫ്രണ്ടും താമസിക്കുന്നത് ഈ ഒരു ബിൽഡിങ്ങിനകത്താണ്. അന്ന് തന്നെ അവിടെ താമസം തുടങ്ങി. അങ്ങനെ ആദ്യമായിട്ട് താമസം തുടങ്ങുന്ന സമയത്തും ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവർ വ്യക്തമായിട്ട് പറയുന്നില്ല. നാളെ പറയാമെന്ന് പറയുന്നു. അങ്ങനെ വൈകുന്നേരം സമയമായപ്പോഴാണ് കുറച്ച് പേരൊക്കെ ബാഗും തൂക്കി കുറച്ച് പിള്ളേരൊക്കെ വരുന്നു. ഇവർ നേരെ വന്നിട്ട് ഈ ബാഗ് ഹാളിലേക്ക് വലിച്ചെറിയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഈ പിള്ളേരെല്ലാം നേരെ പോയിട്ട് ബെഡിൽ കിടക്കുന്നു. ബെഡൊന്നും ഇല്ല, ഒരു ബെഡ്ഷീറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതിലേക്ക് മലർന്ന് കിടക്കുന്നു. അവരൊക്കെ ടയേർഡാണ്. അങ്ങനെ കുറച്ചൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവിടെ സീനിയർ ആയിട്ടുള്ള ഒരാൾ കടന്നു വരുന്നു. അപ്പോഴേക്ക് ഈ കിടക്കുന്ന പിള്ളേരെല്ലാം ചാടി എണീക്കുന്നു. അവർക്കൊക്കെ മൊത്തത്തിൽ ഭയമാണ് പിന്നെ കാണുന്നത്. അതിൻ്റെ ഇടയിൽ പിന്നെ അവർ ഓരോ ദിവസം അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. ടാർഗറ്റ് അച്ചീവ് ചെയ്തവർ മുമ്പോട്ട് വരുന്നു, അല്ലാത്തവർ വരുന്നു. ഈ വന്നിട്ടുള്ള സീനിയർ ആയിട്ടുള്ള വ്യക്തി ബാക്കിയുള്ളവരുടെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അപ്പോഴേ എൻ്റെ ഫ്രണ്ടിനും
കൂടെയുള്ള ഒപ്പമുള്ള ആൾക്കും ഭയങ്കര സംശയം തോന്നി, ഇത് എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണ് പിന്നെ ഇവർ ശ്രദ്ധിക്കുന്നത് ഈ വന്ന പിള്ളേരുടെ കയ്യിലൊന്നും ഫോൺ എന്ന് പറയുന്ന സംഭവമില്ല. അങ്ങനെ ഇവർക്ക് സംശയം കൂടി നിൽക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ തീരുമാനിക്കുകയാണ് ഇത് എന്ത് സംഗതി എന്ന് കണ്ടെത്തണമെന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെയുള്ള ഓരോ ആളുകളോടായിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത്, നിങ്ങളുടെ ജോലി എന്താന്ന് ചോദിക്കുകയാണ്. പക്ഷെ ഇവരൊന്നും പേടിച്ചിട്ട് മിണ്ടുന്നില്ല, ഒരു അക്ഷരം മിണ്ടുന്നില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. രാത്രി 10 മണി ആയ നേരത്താണ് അവിടുത്തെ സീനിയർ വന്നിട്ട് ഇവർക്ക് എല്ലാവർക്കും ഓരോരുത്തരുടെ ഫോൺ കൊടുക്കുന്നത്. ഈ ഫോൺ കിട്ടിയ പാടെ ഈ പിള്ളേരൊക്കെ ഫോൺ എടുത്തിട്ട് ചാടി കയറിയിട്ട് വീട്ടിലേക്ക് വിളിക്കുന്നു. 5 മിനിറ്റ് സമയമാണ് ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ളത്. ഈ 5 മിനിറ്റ് കൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പം എന്റെ ഫ്രണ്ടിന് ഏകദേശം ധാരണ കിട്ടി, എന്തോ ട്രാപ്പാണ്, കാര്യങ്ങൾ ധാരണ കിട്ടി. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു, ഒപ്പമുള്ള വേറൊരു കുട്ടിയോട് നൈസായിട്ട് കൂട്ടത്തിലും ചോദിച്ചു എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞു രാവിലെ നമ്മൾ പോകും, ഈ പറയുന്ന സംഭവങ്ങളൊക്കെ കൊണ്ടുപോയി വിൽക്കണം, പക്ഷെ നമുക്ക് ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞ് തിരിച്ചു വന്ന് രാത്രി 10 മണി കഴിഞ്ഞാലേ ഫോൺ തരുള്ളൂ. അത് 5 മിനിറ്റാണ് വീട്ടുകാരോട് സംസാരിക്കാനുള്ള സമയം. മാത്രമല്ല അവിടെയുള്ളൊരു പെൺകുട്ടിയുടെ സ്വന്തം ബ്രദറിന്റെ മാരേജ് ആണ് പിറ്റേ ദിവസം. പക്ഷെ അവർക്ക് പോലെ ലീവ് കൊടുത്തിട്ടില്ല. ലീവ് ചോദിക്കുന്ന സമയത്തും പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും കയ്യിൽ വെച്ച സർട്ടിഫിക്കറ്റ് തിരിച്ചു കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ടോർച്ചർ ചെയ്തിട്ടൊക്കെയാണ് ആ കുട്ടിയെ മാരേജിന് പോലും പോകാൻ പറ്റാത്ത വിധത്തിൽ, സ്വന്തം വീട്ടിൽ ഫംഗ്ഷനാന്ന് ഓർക്കണം, അതിന് പോലും പറ്റാത്ത വിധത്തിൽ അവിടെ പിടിച്ചു വെക്കുന്നത്. അപ്പോ അത്തരത്തിൽ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു, പേടിപ്പിക്കുന്നു, എല്ലാം അവിടെ സംഭവിക്കുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് എന്റെ ഫ്രണ്ടിനും ഒപ്പമുള്ള ആൾക്കൊക്കെ ഏകദേശം ധാരണ കിട്ടി ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവരുടെ ട്രാപ്പാണ് ഈ പറയുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സംഭവം മേടിച്ചു വെക്കല്. അത് മേടിച്ചു വെച്ചാൽ അത് തിരിച്ചു കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഈ കുട്ടികളൊക്കെ ഭീഷണിപ്പെടുത്തുന്ന ഏകദേശം അവർക്ക് ധാരണ കിട്ടി. അങ്ങനെ അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയമായപ്പോഴേക്കും അവിടുത്തെ സീനിയർ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഫോൺ വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ എന്റെ ഫ്രണ്ടിന്റെ അടുത്തും അവളുടെ ഫ്രണ്ടിന്റെ അടുത്തും പറഞ്ഞു നിങ്ങളുടെ ഫോൺ വേണം, ഞങ്ങൾ ഇവിടെ ഫോണ് മേടിച്ചു വെക്കും, പിന്നെ നിങ്ങൾക്ക് വീട്ടിലേക്ക് വിളിക്കേണ്ട സമയത്ത് തിരിച്ചു തരാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു ഇല്ല, ഫോൺ തരാൻ പറ്റില്ല, അത് ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ട് സംഭവമാണ്, തരാൻ പറ്റില്ല എന്ന് ഇവര് പറയുകയും ചെയ്തു. പക്ഷെ അവര് പറഞ്ഞു ഇവിടുത്തെ റൂൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചു വെച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പം എന്റെ ഫ്രണ്ടും ഒപ്പമുള്ള ഫ്രണ്ടും തീരുമാനിച്ചു വേണ്ട, ഇത് പണിയാവും, കാരണം ഇത് ഭയങ്കര ഈ ബാധ്യതയെ മാറുമെന്ന് തിരിച്ചറിഞ്ഞ് അവരെന്ത് ചെയ്യുന്നു, രാവിലെ തന്നെ ഓഫീസിൽ പോയിട്ട് പറഞ്ഞു ഫോൺ തിരിച്ചു വേണം എന്ന് പറഞ്ഞു. ഇവര് പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് അസിസ്റ്റന്റ് മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്, നിങ്ങൾ എന്തുകൊണ്ട് വ്യക്തമാക്കിയില്ല ഈ ജോലി ഇതാണെന്ന്, എന്തുകൊണ്ട് വ്യക്തമാക്കിയില്ല, എന്തുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല, ഞങ്ങൾ മാർക്കറ്റിംഗ് കമ്പനിയുടെ ഭാഗമായിട്ട് വീടുകൾ തോറും സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളെയാണ് തിരയുന്നതെന്ന് പറഞ്ഞില്ല എന്ന് ചോദിച്ചു. അപ്പൊ അവർക്ക് അതിന് കൃത്യമായിട്ടുള്ള ആൻസർ ഇല്ല. അപ്പൊ ഇവര് വീണ്ടും പറഞ്ഞു നിങ്ങൾ ചെയ്തിട്ടുള്ളത് ചീറ്റിംഗ് ആണ്, ഞങ്ങൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പെടുമെന്ന് പറഞ്ഞു. അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇവർ പറഞ്ഞു നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഞങ്ങളുടെ കയ്യിലാണുള്ളത്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിചാരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ ഫോൺ ചോദിച്ചു, അത് ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞു, നിങ്ങൾ അത് പിടിച്ചു വാങ്ങി കൊണ്ടുപോയി, ഇനി ആ ഫോൺ തന്നിട്ടില്ല എങ്കിൽ, സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല എങ്കിൽ ഞങ്ങൾ അടുത്ത സെക്കൻഡ് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യുന്നു പറഞ്ഞു ഭീഷണിപ്പെടുത്തി. ആ ഭീഷണിയെ ഭയന്ന് അവരെന്ത് ചെയ്തു, വേഗം തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തു, ഫോൺ തിരിച്ചു കൊടുത്തു. അന്ന് തന്നെ എന്റെ ഫ്രണ്ടും ഈ ഒപ്പമുള്ള ഫ്രണ്ടും ആ ജോലി ഉപേക്ഷിച്ച് തിരിച്ചു പോന്നു. ഇത്രയാണ് ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യം. അപ്പൊ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് കേൾക്കുന്ന ഈ വാർത്തകൾ കാണുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇവര് പറഞ്ഞ അന്ധകാലത്ത് പറഞ്ഞ ആ ഒരു കഥയാണ്. അപ്പൊ അവര് പറഞ്ഞ സംഭവം ഇതൊക്കെ തമ്മിൽ കൂട്ടി കൂട്ടി യോജിപ്പിച്ച് നോക്കുമ്പോൾ എല്ലാം ഒന്നാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇന്നലെ വന്ന വാർത്തയിലൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ കുട്ടികളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സംഭവം ഒരു പക്ഷേ ഇവരുടെ കയ്യിലായിരിക്കും. ആ ഒരു ഭയം ഇവർക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ വരുതിയിലേക്ക് വരുത്താൻ വേണ്ടി ഫോണൊക്കെ വാങ്ങിച്ചു വെച്ച് അടിമത്തം പഠിപ്പിച്ച് കുട്ടികളുടെ പ്രതികരണ ശേഷി ഇല്ലാണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും, വീട്ടുകാരെ കൊല്ലുന്നോ, അല്ലെങ്കിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവരെ ജീവിക്കാൻ സമ്മതിക്കില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭീഷണികൾ കാര്യമായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ആ ഭീഷണിയുടെ പുറത്തൊക്കെ ആ ഒരു ഭയം കൂടിയായിരിക്കും ഇവരെന്ത് ചെയ്യുന്നത്, ഒട്ടും പ്രതികരിക്കാൻ പറ്റാത്ത രീതിക്ക് മാറിയിട്ടുണ്ടായിരിക്കുക. അപ്പൊ എന്തായാലും 10 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഫ്രണ്ട് പറഞ്ഞ ആ ഒരു കഥയില്ലേ, ആ കഥ തന്നെ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കണം, ഇപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഇതുപോലെയുള്ള തൊഴിലിടങ്ങളിലെ ചൂഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോ മാർക്കറ്റിംഗ് കമ്പനിക്കകത്ത് മാത്രമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ജോലി ചെയ്യുന്ന പലയിടങ്ങളിലും പല രീതിക്കുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. ഫിസിക്കലി നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ലല്ലോ ചൂഷണം എന്ന് പറയുന്നത്, അത് മെന്റലി കൂടിയാണ്. ഇപ്പൊ നമ്മൾ ഏത് മേഖലയിലാണ്, ഇപ്പൊ അടുത്ത കാലത്തൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന സമയത്ത് നോക്കിയാൽ അറിയാൻ പറ്റും, അവിടെ തൊഴിലിടങ്ങളിലെ ചൂഷണങ്ങൾ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അത് തൊഴിലിന്റെ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല നടക്കുന്നത്, അവിടെ വ്യക്തികളുടെ നേട്ടമാണ് പ്രധാനമായിട്ടും അവർ ഫോക്കസ് ചെയ്യുന്നത്.
സ്ത്രീകളെ ശാരീരികമായിട്ട് യൂസ് ചെയ്യുക തുടങ്ങിയ ചൂഷണങ്ങളാണ് കാര്യമായിട്ട് നടക്കുന്നത്. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ശമ്പളം കൊടുക്കാതെ, അത് പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമാണ്, കൃത്യമായിട്ടുള്ള ശമ്പളം കൊടുക്കാതെ പട്ടിപ്പണി എടുപ്പിക്കുന്ന സംഭവങ്ങളുണ്ട്. അത് സിനിമാ മേഖല മാത്രമല്ല, പല ഇടങ്ങളിലും കാണാൻ പറ്റുന്ന കാര്യമാണ്. കഷ്ടപ്പെട്ട് പണിയെടുപ്പിച്ച്, അത് ഇപ്പൊ പ്രത്യേകം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഈ എഴുതുന്ന സമയത്തൊക്കെ ഞാനൊക്കെ കണ്ടന്റ് റൈറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നമ്മളുടെ അടുത്തൊക്കെ ആളുകൾ വന്നിട്ട് എഴുതാൻ പറയും, നമ്മൾ എന്തെങ്കിലും കഷ്ടപ്പെട്ട് നമ്മൾ നമ്മുടെ ബ്രെയിനൊക്കെ ഉപയോഗിച്ച് അത് എഴുതി കൊടുക്കും. ഈ ബ്രെയിൻ ഉപയോഗിച്ച് എഴുതുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണം. നമുക്ക് സ്ട്രെസ് കൂടുന്ന പരിപാടിയാണ്. പക്ഷെ അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അർഹതപ്പെട്ടിട്ടുള്ള, നമുക്ക് ന്യായമായിട്ടും കിട്ടേണ്ട ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും. ഈ എമൗണ്ട് ഇവർ തരില്ല. ഇവർ നമ്മുടെ ആ ഒരു കഴിവിനെ ഉപയോഗിച്ച് നമ്മളെ കൊണ്ട് എഴുതിപ്പിച്ചിട്ട് ഇവരുടെ നേട്ടം മാത്രമാണ് ഇവര് ശ്രദ്ധിക്കുക. അപ്പുറത്ത് എഴുതുന്ന ആൾക്ക് പേയ്മെന്റ് കൊടുക്കണം എന്ന് പോലും ഇവരാരും ചിന്തിക്കില്ല. അവിടെയും നടക്കുന്നത് ചൂഷണമാണ്. ചില ആളുകൾ വിളിച്ചിട്ട് പറയാറുണ്ട്, ഞങ്ങൾക്കൊരു അഞ്ച് പേജൊക്കെ വരുന്ന എഴുത്തൊക്കെ വേണം, 40 രൂപ തരാം, 50 രൂപ തരാം എന്നൊക്കെ പറയും. ഈ എഴുത്തെന്ന് പറയുന്ന പണിയൊന്നും ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമില്ല, എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. അത് ക്രിയേറ്റീവായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ നമ്മളെ കൊണ്ട് ആ പണി എടുപ്പിച്ചിട്ട് ഇവരെ കൊണ്ട് കഴിയാനിട്ടാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മളെ കൊണ്ട് ആ പണി എടുപ്പിച്ചിട്ട് വെറും 40 രൂപ 50 രൂപ എന്ന് പറയുന്നത് പോലും ചൂഷണത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഇത്തരത്തിൽ ചെറിയ ചെറിയ പണികൾ തൊട്ട്, നമ്മൾ വീട്ടിലിരുന്ന് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന പണികൾ തൊട്ട് ഓഫീസ് വരെയുള്ള പണികളിലെല്ലാം തൊഴിൽ ചൂഷണം നടക്കുന്നുണ്ട്, പല രീതിക്ക് നടക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും പ്രാകൃതമായ രീതിക്ക് ബിസ്ക്കറ്റ് നിലത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് അത് നമ്മളെ കൊണ്ട് കടിപ്പിക്കുക, നക്കാൻ പറയുക, ഈ ചീന പഴം എടുത്ത് കൊടുക്കുക പോലെയുള്ള പ്രാകൃതമായിട്ടുള്ള രീതികൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ ചൂഷണം ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് ആ ഒരു ചൂഷണത്തിന്റെ ഭീകരത വർദ്ധിക്കുന്നത്. ഈ തൊഴിൽ ചൂഷണം പോലെ ഇവിടെ അടിമത്വം കൂടി നടക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇന്നലെ അതിനകത്തൊരു പയ്യൻ പറയുന്നുണ്ട്, 10 മണി, കൃത്യം 10 മണിക്ക് ഉറങ്ങാൻ ഉറങ്ങിയില്ലെങ്കിൽ തല്ലി ഉറക്കുന്നു പറയുന്നുണ്ട്. വടിയെടുത്ത് തല്ലുകയാണ്, നിരത്തി പിടിച്ച് തല്ലുകയാണ്. ഇവർക്ക് കിടക്കാനുള്ള സൗകര്യം ഇല്ല, ഇവരെല്ലാവരും ഹാളിൽ നിരന്ന് കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ പോലും തല്ലി ഉറക്കുക എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. അപ്പൊ ഇവർ അതേപോലെ തന്നെ ചെയ്യുന്ന മറ്റൊരു സംഭവമാണ്, ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ പോയാൽ അറിയാൻ പറ്റും, ഈ നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇവർ കൂടുതലായിട്ട് ചോദിക്കുക നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അച്ഛനുണ്ടോ അമ്മയുണ്ടോ, അതുപോലെ വീട്ടിലുള്ളവരുടെ സാമ്പത്തിക സ്ഥിതി പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ കൂടുതലായിട്ട് ചോദിക്കുക. അപ്പൊ ആക്ച്വലി അവിടെ സംഭവിക്കുന്നത്, അവർ നമ്മുടെ ഒരു ജീവിത പശ്ചാത്തലം എടുത്തിട്ട് നമ്മളെ എങ്ങനെയെല്ലാം നിയന്ത്രിക്കണം, നമ്മളെ ഏതൊക്കെ വിധത്തിൽ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിക്കുള്ള പ്രശ്നങ്ങൾ വരുന്നൊക്കെ കണക്കെടുക്കുകയാണ്. അപ്പോൾ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പോലും ആരായാലും ശരി, ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അയാൾ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യണം. കാരണം അവർ നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ ചൂഷണം ചെയ്യാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണോ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പണ്ടൊരിക്കൽ ഞാൻ, ഇപ്പോഴൊന്നല്ല, ഒരു 8 വർഷം 9 വർഷം മുൻപ് ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. അപ്പോൾ ഒരു കമ്പനിക്ക് അകത്ത് പോകുന്നു. അവിടെ ചെല്ലുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്നോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്, ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തിനാ ചോദിക്കുന്നതെന്ന് ചോദിച്ച സമയത്ത് ഇയാൾ പറഞ്ഞു, അല്ല ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ ബാംഗ്ലൂരൊക്കെ ഉണ്ടായിരിക്കും, മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അത്തരം മീറ്റിങ്ങിന് പോകുമ്പോൾ ഇവർക്ക് പ്രശ്നമായാലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അവിടെ കൃത്യമായിട്ട് മനസ്സിലായി ഇയാൾ ഏത് വഴിക്കാണ് പോകുന്നത്. പക്കാ പ്രൊഫഷണൽ ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കില്ല. അപ്പൊ ഞാൻ ആ ജോബ് വേണ്ടെന്ന് വെച്ച് ഞാൻ ഇറങ്ങി പോന്നു. അപ്പൊ നമ്മൾ ഈ ജോലി തിരയുന്ന സമയത്ത് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ, അല്ലെങ്കിൽ വീടിനകത്തെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ചോദിക്കുന്നതെങ്കിൽ ഉറപ്പിച്ചോ അവിടെ ഒരു കള്ളത്തരമുണ്ട്, അത് നിങ്ങളെ ട്രാപ്പിലാക്കാനുള്ള ഒരു ഏർപ്പാടാണെന്ന്. അപ്പൊ എന്തായാലും തൊഴിൽ ചൂഷണം പല രീതിക്ക് നടക്കുന്നുണ്ട്. ഇത്രയും പ്രാകൃതമായിട്ട് നടക്കുന്നു എന്ന് പറയുന്നത് ആരും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല, നടക്കുന്നുണ്ട് അത്ര തന്നെ. ഇപ്പൊ തൊഴിൽ ചൂഷണം പല രീതിക്ക് നടക്കുന്നുണ്ട്, പല ജോലികളിൽ നടക്കുന്നുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം പീഡിപ്പിക്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിൽ നിന്ന് രക്ഷ നേടുക എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ആ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത എന്താണെന്ന് ഉറപ്പുവരുത്തുക. അവർ ജെനുവിൻ ആണോ എന്ന് അന്വേഷിക്കാണ്ട് ഒരു ഓഫീസിലും പോയി ഒറ്റയടിക്ക് ജോലിക്ക് കയറരുത്. അതേപോലെ തന്നെ അവരെങ്ങനെ നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്നു, അതിൽ വരുന്ന ചോദ്യങ്ങൾ എന്താണെന്നൊക്കെ മൈന്യൂട്ടായിട്ട് ഒബ്സർവ് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പൊ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർക്ക് ജോലിക്ക് ഒരു ഉദ്യോഗസ്ഥയാണോ ആവശ്യം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടോന്ന്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഫാമിലി, ബോയ് ഫ്രണ്ട്, കുടുംബമൊക്കെ അന്വേഷിക്കുന്നെങ്കിൽ ഉറപ്പിക്കാം ഇത് ഭയങ്കര ട്രാപ്പാണ് വരാൻ പോകുന്നതെന്ന്. അപ്പൊ ജോലിക്ക് ഒരു സ്ഥാപനത്തിൽ കയറുന്നതിന് മുൻപായിട്ട് തന്നെ അതിനെക്കുറിച്ച് 100% ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ കയറാവൂ. യാതൊരു ഉറപ്പുമില്ലാത്ത ജോലികൾക്ക്, പ്രത്യേകിച്ചും പരസ്യത്തിലൊക്കെ കാണുന്ന ഈ സൂപ്പർവൈസർ ആക്കാം അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ ആക്കാം എന്നൊക്കെ പറയുന്ന അത്തരം ജോലികൾക്ക്
കണ്ണും പൂട്ടി അടച്ച് വിശ്വസിച്ച് പോവാതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ ചെയ്യാനുള്ളത്. നമ്മളെ ശ്രദ്ധിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം പാമ്പർ ചെയ്ത് നമ്മൾ തന്നെ കൊണ്ട് നടക്കണം. ചുറ്റുമുള്ള ഒന്നിനെയും കണ്ണടച്ച് വിശ്വസിക്കരുത്.